സർക്കാർ ജീവനക്കാർക്ക് നൽകാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും കാലോചിതമായി നൽകുന്നുണ്ടെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ നിയമസഭയെ അറിയിച്ചു. സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും പെൻഷൻകാരുടെയും ശമ്പള പരിഷ്കരണവും കുടിശ്ശികയും സംബന്ധിച്ച് പ്രതിപക്ഷം അവതരിപ്പിച്ച അടിയന്തര പ്രമേയത്തിന് മറുപടി പറയുകയായിരുന്നു ധനമന്ത്രി. പ്രതിപക്ഷം രാഷ്ട്രീയമായാണ് വിഷയത്തെ കാണുന്നതെന്നും ആട്ടും തോലിട്ട ചെന്നായെ പോലെയാണ് പ്രതിപക്ഷമെന്നും ധനമന്ത്രി പറഞ്ഞു. പി.സി. വിഷ്ണുനാഥാണ് അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ചത്. വിവരങ്ങളുമായി ഷീജ നിയമസഭയിൽ നിന്ന് ചേരുകയാണ്. ഷീജ, അതായത് ഇപ്പോൾ ഒരു വിഭാഗം സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ഒക്കെ പണിമുടക്ക് നടക്കുന്ന സാഹചര്യം കൂടി നമ്മുടെ മുൻപിലുണ്ട്. പൊതുവെ ആ പണിമുടക്കിനെ തള്ളിക്കളയുന്ന ഒരു സമീപനമാണ് കാണാൻ കഴിഞ്ഞിരിക്കുന്നതും. ആ ഘട്ടത്തിലാണ് ധനമന്ത്രി നിയമസഭയിൽ ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. സർക്കാരിന് ജീവനക്കാരോടുള്ള സമീപനം ഏത് രീതിയിലാണെന്നാണ് ധനമന്ത്രി സഭയോട് പറഞ്ഞിരിക്കുന്നത്? തീർച്ചയായും ഏതായാലും ഈ ഒരു പണിമുടക്ക് നടക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഈ വിഷയം പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസായി സഭയിൽ ഉന്നയിക്കാൻ തീരുമാനിച്ചത്. ഏതായാലും ഇതിൽ കൃത്യമായ രീതിയിൽ തന്നെ ധനമന്ത്രി കാര്യങ്ങൾ വിശദീകരിച്ചു. പ്രതിപക്ഷം പറയുന്നത് പോലെയല്ല കാര്യങ്ങൾ. പ്രതിപക്ഷം പറയുന്നത് വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. കാരണം സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും കാര്യത്തിൽ LDF സർക്കാരിന് കൃത്യമായിട്ടുള്ള നിലപാടുണ്ട്. അവർക്കെതിരായിട്ടുള്ളൊരു നിലപാടല്ല സംസ്ഥാന സർക്കാരിൻ്റേത്. ആ രീതിയിലേക്ക് പ്രചരിപ്പിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്. വിഷയത്തെ രാഷ്ട്രീയപരമായി സമീപിക്കാനുള്ളൊരു നീക്കമാണ് പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിന്റെ വസ്തുതകൾ നോക്കുകയാണെങ്കിൽ ഇതിൽ കുടിശ്ശിക വന്നിട്ടുണ്ട്. പക്ഷേ ആ കുടിശ്ശിക തുകയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ മുഖ്യമന്ത്രി തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. നിയമസഭയിൽ ചട്ടം 300 അനുസരിച്ചുള്ള പ്രസ്താവനയിൽ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ആ രീതിയിൽ ഉള്ള നടപടിയുമായി തന്നെയാണ് പെൻഷൻകാരുടെ കുടിശ്ശിക സംബന്ധിച്ചാണെങ്കിൽ അതിൽ ഒരു ഗഡു ഇത്തവണ കൊടുക്കും എന്നുള്ള കാര്യം മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്നു. അതിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. ആ രീതിയിലുള്ള നടപടിയുമായി തന്നെയാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത്. കാരണം സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും കാര്യത്തിൽ ഒരു വെട്ടിക്കുറവ് പോലും വരുത്താൻ സർക്കാർ അത്തരത്തിലൊരു തീരുമാനം സർക്കാർ എടുക്കുകയുമില്ല എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുന്നു. അതിനൊപ്പം തന്നെ ജീവനക്കാർക്ക് പ്രഥമ പരിഗണന നൽകുന്ന നിലപാട് തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റേത്. 30 ദിവസത്തെ സറണ്ടർ നൽകുന്ന ഏക സംസ്ഥാനം അത് കേരളമാണ് എന്നുകൂടി ധനമന്ത്രി വ്യക്തമാക്കുന്നു. പക്ഷേ അത് പിൻവലിച്ച നടപടി അത് UDF സർക്കാരിൻ്റെ കാലത്തായിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹം പ്രതിപക്ഷത്തെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ സർക്കാർ ജീവനക്കാർക്ക് നൽകാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും അത് കാലോചിതമായി തന്നെ നൽകുന്നുണ്ട്. ജീവനക്കാരെ ആശങ്കപ്പെടുത്തുന്ന തരത്തിലേക്ക് ഈ വിഷയം പോകേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുകൂടിയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. പക്ഷേ വിഷയത്തെ നമുക്കറിയാം രാഷ്ട്രീയപരമായ രീതിയിൽ സമീപിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള കുടിശ്ശിക സർക്കാർ വരുത്തുന്നു എന്നുള്ളൊരു ആരോപണം തന്നെയാണ് പ്രതിപക്ഷം മുന്നോട്ട് വെച്ചത്. നമുക്ക് സംസാരിക്കുന്നതിന് മുൻപ് ഇത് പറയുന്നതിന് മുൻപ് വളരെ വേഗത്തിൽ ധനമന്ത്രി നിയമസഭയിൽ പറഞ്ഞ വാക്കുകളൊന്ന് കേൾക്കാം. അതിനുശേഷം നമുക്ക് തിരികെ വരാം. 15% ശമ്പളം വെട്ടിക്കുറയ്ക്കണം എന്നുള്ള ലേഖനം എൻ്റെ അടുത്തുണ്ട്. അത് തൽക്കാലം ഫ്രീസ് ചെയ്യണം. ഞാൻ അന്നത്തെ സാഹചര്യത്തിൽ അദ്ദേഹം പറഞ്ഞ ലേഖനത്തെ ഒന്നും കുറ്റപ്പെടുത്തുകയല്ല. പക്ഷേ UDFന്റെ സമീപനം അതാണ് സാർ. ഇവിടെ പറഞ്ഞ തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും അടിസ്ഥാനമില്ല സാർ. ഇവിടെ സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും കാലോചിതമായി കൊടുക്കും. കാലം അതിനനുസരിച്ചിട്ട് ഓരോ സമയത്ത് എടുക്കും. ഇപ്പം പറഞ്ഞ റൂൾ 300 പറഞ്ഞനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യും. പെൻഷൻകാരുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. മറ്റ് ശമ്പള പരിഷ്കരണം അടക്കമുള്ള കാര്യങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിനകത്ത് വ്യത്യസ്തമായൊരു സമീപനം പുതിയൊരു നയം ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ജീവനക്കാരെ ആശങ്കപ്പെടുത്തേണ്ട യാതൊരു കാര്യമില്ല. രാഷ്ട്രീയമായിട്ട് ഇതിനെ എതിർക്കുന്ന കാര്യം ഉണ്ടാവും. ജീവനക്കാർക്ക് അവരുടെ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നതിനകത്ത് ഒരു എതിർപ്പും ഞങ്ങളെ സംബന്ധിച്ചില്ല. അവർക്കത് ഉന്നയിക്കാം, അതിനൊന്നും ഒരു എതിർപ്പുമില്ല. പക്ഷേ രാഷ്ട്രീയമായിട്ട് ഈ കാര്യങ്ങളെ കണ്ടിട്ട് ഇതൊരു അടിയന്തര പ്രമേയത്തിൽ കൂടി കൊണ്ടുവന്ന് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം ആയിട്ട് കാണുന്നില്ല. അതുകൊണ്ട് അടിയന്തര പ്രമേയം അംഗീകരിക്കേണ്ടതില്ല എന്നുള്ള അഭിപ്രായമാണ് സാർ. ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. സർക്കാർ ജീവനക്കാർക്ക് പണിയെടുക്കുന്ന ആളുകൾക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ കൊടുക്കാതെയും ഈ സംസ്ഥാനത്തെ സർക്കാർ സംവിധാനം തകർത്തുകൊണ്ടും മുന്നോട്ട് പോകാമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിചാരിക്കുന്നില്ല എന്ന് മാത്രമല്ല, പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക, അതിനധികവും ചെയ്യുക എന്നുള്ളതാണ്. പറഞ്ഞ കാര്യങ്ങൾ ചെയ്യും, അതിലധികവും ചെയ്യും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഇവിടെ പ്രതിപക്ഷമായിരിക്കും വാഗ്ദാനങ്ങൾ കൊടുക്കുകയും ഭരണപക്ഷത്തേക്ക് വന്നാൽ ജനങ്ങളുടെ ആകെ താല്പര്യങ്ങൾ, ജീവനക്കാരുടെ താല്പര്യങ്ങൾ ഹനിക്കുകയും ചെയ്ത UDFനെ ആട്ടിൻതോലിട്ട ചെന്നായാണെന്നൊക്കെ തിരിച്ചറിയാൻ കേരളത്തിലെ ജനങ്ങൾക്കറിയാം, സർക്കാർ ജീവനക്കാർക്കും അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് സാർ. അതുകൊണ്ട്
ധനമന്ത്രി പറഞ്ഞ വാക്കുകളാണ് നമ്മൾ വിശദമായി കേട്ടത്. ഷീജ, വളരെ കൃത്യമായി ധനമന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട് സർക്കാരിന്റെ നിലപാട് ഈ വിഷയത്തിൽ എന്താണ്. നേരത്തെ മുഖ്യമന്ത്രി നിയമസഭയിൽ ചട്ടം 300 പ്രകാരം അതുമായി ബന്ധപ്പെട്ട പ്രസ്താവന നടത്തുകയും ചെയ്തതാണ്. അതിലും കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. ഈ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് തന്നെയാണ് സർക്കാർ സംസാരിക്കുന്നത്. ഈ പറയുന്ന കുടിശ്ശികകൾ കൊടുക്കാനുണ്ട്, പക്ഷേ 2024-25 സാമ്പത്തിക വർഷം മുതൽ കൃത്യമായി ആ കുടിശ്ശിക കൊടുത്തു തീർക്കും, അതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കിയതാണ്. അതിനുശേഷം ഈ സമരം വരുമ്പോൾ അതിലൊരു രാഷ്ട്രീയം നമ്മൾ കാണേണ്ടതുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ധനമന്ത്രിയുടെ മറുപടി പ്രസക്തമാകുന്നത്. തീർച്ചയായും മനു, അത് തീർത്തും ഈ വിഷയത്തെ രാഷ്ട്രീയപരമായി ഉപയോഗിക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ഇന്നത്തെ ഈ പണിമുടക്ക് നടക്കുന്ന ദിവസം തന്നെ വിഷയം സഭയിൽ കൂടി ഉയർത്തിക്കൊണ്ടുവരാൻ പ്രതിപക്ഷം തീരുമാനിച്ചതും. ഏതായാലും വിഷയത്തിൽ സർക്കാർ കൃത്യമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ ധനമന്ത്രി തന്നെ പറഞ്ഞത് സർക്കാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ആ പറഞ്ഞ കാര്യങ്ങളും അതിനപ്പുറവും സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും വേണ്ടി ചെയ്യും എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയുമില്ല. സർക്കാർ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ പ്രതിപക്ഷത്തിന്റെ തരത്തിലല്ല സർക്കാരിന്റെ പ്രവർത്തനം. പ്രതിപക്ഷമാകട്ടെ, പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒരു നിലപാട്, പക്ഷേ ഭരണപക്ഷത്തേക്ക് അവർ വരികയാണെങ്കിൽ മറ്റൊരു നിലപാട്. ആ രീതിയിലാണ് പ്രതിപക്ഷത്തിന്റെ ഒരു നിലപാടെന്ന് പറയുന്നത്. അത്തരത്തിലുള്ള സമീപനമല്ല സർക്കാർ സ്വീകരിക്കുന്നത്. ഇടതുപക്ഷ സർക്കാർ എന്നൊക്കെ അധികാരത്തിലുണ്ടായിരുന്നു അന്നെല്ലാം കൃത്യമായ രീതിയിൽ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും എല്ലാം അവരുടെ എല്ലാം ആനുകൂല്യങ്ങൾ ഒന്നും വെട്ടിക്കുറയ്ക്കുന്ന തരത്തിലുള്ള നടപടി സ്വീകരിച്ചിട്ടില്ല. അതിനെ ഇരട്ടിയാക്കുന്നതോ അല്ലെങ്കിൽ അതിന് കൂടുതൽ മാറ്റം വരുത്തുന്നതോ ആയിട്ടുള്ള തീരുമാനങ്ങൾ മാത്രമാണ് വരുത്തിയിട്ടുള്ളത്. കുടിശ്ശികയുടെ കാര്യത്തിൽ കുടിശ്ശിക ഉണ്ടായിട്ടുണ്ട്. അതിൽ കുടിശ്ശിക കൃത്യമായ രീതിയിൽ നൽകും. ഏതായാലും നിയമസഭയിൽ ആ കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ സംസാരിക്കുകയും പറഞ്ഞു വെക്കുകയും ചെയ്തു ധനമന്ത്രി.